നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ DGP ഇടപെടുന്നുണ്ട്. ലോൺ ആപ്പിൽ അന്വേഷണം ചുരുക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് DGP. ആപ്പ് ഭീഷണിയുടെ ആധികാരികത പരിശോധിക്കാൻ ഇപ്പോൾ സൈബർ സംഘത്തെ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അധ്യാപകർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് DGPയുടെ നിർദ്ദേശമായി വരുന്നത്. ലോണിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം ചുരുക്കാൻ സമ്മതിക്കില്ല എന്നതാണ് കുടുംബവും പ്രതികരിച്ചത്. അന്ന് കോളേജുള്ള ദിവസമാണ്. അവനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുമുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം പിന്നീട് അവൻ്റെ സുഹൃത്തുക്കൾ ആരോ ഒരാൾ അവനെ വിളിച്ചപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്. അത് പോയിരിക്കുന്നത് ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ അടുത്ത നമ്മുടെ കാഷ്വാലിറ്റി ബിൽഡിങ്ങിലേക്കാണ് നടന്നു പോകുന്ന ആ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ മീറ്റിങ്ങിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ടീച്ചർക്ക് ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ പോകുന്നെന്ന് പറയുന്നത് ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അന്ന് പോയി ബോഡി സ്വീകരിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഈ നിമിഷം വരെ ആരും അവിടെ നിന്ന് വിളിക്കുകയോ നേരിട്ട് വരികയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഹരിമോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഹരി, അതാണ് ആ കുടുംബത്തിന്റെ ആവശ്യം. ഒരു വായ്പ എടുത്തതിന്റെ പേരിൽ ആ കുട്ടിയെ ഈ രീതിയിൽ അധിക്ഷേപിക്കുകയോ ടോർച്ചർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിൽ മാത്രമായി ചുരുക്കരുത് അന്വേഷണം എന്നതാണ്. സ്റ്റാഫ് റൂമിൽ നേരിട്ട വിചാരണ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഈ രീതിയിൽ വായ്പ എടുത്തതിന്റെ പേരിൽ ഭീഷണി നേരിൽ അതുകൂടി അന്വേഷിക്കേണ്ടതാണ്. വശങ്ങളും സമഗ്രമായി അന്വേഷിച്ച് ഇതിൽ നടപടിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DGP തന്നെ അതിനുള്ള നിർദ്ദേശം നൽകുന്നു എന്നത് ആശ്വാസകരമാണ്. പിന്നെ തീർച്ചയായിട്ടും അതൊരു ആശ്വാസകരമാണ് കുടുംബത്തെ സംബന്ധിച്ച്. കാരണം ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനൊരു പരാതി അധ്യാപികയുടെ ഭാഗത്തു നിന്ന് വരുന്നു, ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു, അത് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അപ്പോൾ അന്വേഷണം ലോൺ ആപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോൺ ആപ്പിൽ നിന്ന് വായ്പ എടുത്തതിന് ശേഷം ഉണ്ടായ ഭീഷണി കൊണ്ടാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു പ്രതീതി അത് കുടുംബത്തിന് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ DGPയെ കുടുംബം നേരിട്ട് പോയി കണ്ട് ഈ ആശങ്ക പ്രകടിപ്പിച്ചത്. അതായത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വേണ്ടതില്ല എന്നുള്ളതല്ല കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്, അതും അന്വേഷിക്കണം. പക്ഷേ മരണത്തിന്റെ യഥാർത്ഥ കാരണം ലോൺ ആപ്പാണ് എന്ന് പറഞ്ഞ് അത് എഴുതി തള്ളരുത്, അല്ലെങ്കിൽ അതിലേക്ക് ചുരുക്കരുത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കടുത്ത ജാതി അധിക്ഷേപവും മാനസിക സമ്മർദ്ദവും നിതിൻ രാജിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കുടുംബം പറയുന്നു. ഒപ്പം തന്നെ സഹപാഠികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകൾ ഓരോ നിമിഷവും നൽകുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് DGPയോട് ഇവർ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന് DGP നിർദ്ദേശം നൽകിയത്. ഈ ലോൺ ആപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കണം, അത് ഒഴിവാക്കരുത്. പക്ഷേ ഈ മരണത്തിന്റെ കാരണം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും പരിശോധിക്കണം. സഹപാഠികളുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തണം. കോളേജിലെ മറ്റു വിദ്യാർത്ഥികളുടെ മൊഴി ഉറപ്പായും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ അന്ന് സ്റ്റാഫ് റൂമിൽ നിന്ന് നിതിൻ രാജ് ഇറങ്ങി പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ആ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന രീതിയിൽ ഉള്ള മൊഴികൾ ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ ഈ സഹപാഠികൾ നടത്തിയിട്ടുള്ള അന്വേഷണം ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കാൻ കഴിയുന്ന തെളിവുകൾ, മൊഴിയല്ലാതെയുള്ള തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് സാങ്കേതികമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സ്ക്രീൻഷോട്ടുകൾ, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ, അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ട്, ഭീഷണി സന്ദേശങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി സൈബർ ടീമിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് DGP പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉടൻ ഒരു അറസ്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തെളിവുകളെല്ലാം ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രധാനമായിട്ടും ഉള്ളത്. വിനീത, ശരി, അതാണ് ഇത്ര ദിവസമാകുന്നു തെളിവുകളൊന്നും നഷ്ടപ്പെടാതെ അത് റിട്രീവ് ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്വേഷണത്തിന് നിർണായകവുമാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.